കറ്റാർ വാഴ എന്ന് പറയുന്ന സസ്യത്തെ നമുക്കെല്ലാം സുപരിചിതമാണ്. സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ പ്രധാനപ്പെട്ട ഒരു ചേരുവയാണ് കറ്റാർ വാഴ. ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് ഒരുപാട് ഖ്യാതിയുമുള്ളതാണ്. നമ്മിൽ കുറച്ച് പേരെങ്കിലും ഇത് ഉപയോഗിക്കുന്നവരുമായിരിക്കും. വീട്ടിൽ കറ്റാർ വാഴ ഉള്ളവരുണ്ട്. ചിലപ്പോൾ കറ്റാർ വാഴയുടെ കുഴമ്പൊക്കെ മേടിച്ച് തേക്കുന്നവരായിരിക്കും. വീട്ടിലൊന്നും കാണുകയില്ല. എന്തായാലും വീട്ടിലൊരു കറ്റാർ വാഴ വേണമെന്ന് പണ്ടുള്ളവരെ തന്നെ ഒരു നിശ്ചയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തുളസി, കറ്റാർ വാഴ, വെറ്റിലക്കൊടി ഇവയൊക്കെ വീടുമായിട്ട് ബന്ധപ്പെടുത്തി പണ്ടേ നട്ടുപിടിപ്പിക്കുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കറ്റാർ വാഴ എന്ന് പറയുന്ന ഒരു ചെടി ഔഷധ ഗുണങ്ങൾക്കൊപ്പം ദേവതാ പ്രാധാന്യമുള്ള ഒന്നുകൂടിയാണ് എന്നുള്ളത് നമുക്ക് അധികം പേർക്ക് അറിയില്ല. കാരണം അങ്ങനെ പൂജാ വസ്തുക്കളിലായിട്ട് ഇത് ഉപയോഗിച്ച് പോരുന്നില്ല. പക്ഷേ നോർത്ത് ഇന്ത്യൻ വിഭാഗങ്ങളിൽ പൂജാ വസ്തുക്കളായിട്ട് പ്രത്യേകിച്ച് കുബേര പൂജയിലും ലക്ഷ്മി പൂജയിലും കറ്റാർ വാഴയെ ഉപയോഗിച്ച് കാണുന്നുണ്ട്. കറ്റാർ വാഴയിൽ രാത്രിക്ക് ശേഷം ഉച്ചവരെയുള്ള സമയത്ത് കുബേരന്റെ സാന്നിധ്യവും ഉച്ചയ്ക്ക് ശേഷം രാത്രി വരെയുള്ള കാലയളവിൽ ലക്ഷ്മി സാന്നിധ്യവും ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. മാത്രമല്ല വൈകുന്നേര സമയത്ത് ധന്വന്തരി ഭാവം കൂടി കറ്റാർ വാഴയിൽ വന്നു ചേരുമെന്ന് വൈദ്യാചാര്യന്മാർ, പ്രത്യേകിച്ച് ചികിത്സയുമായി ബന്ധപ്പെട്ട ആചാര്യന്മാർ വിശ്വസിക്കുന്നുണ്ട്. ചികിത്സയുടെ ഭാഗമായിട്ട് ലക്ഷ്മി ഭാവത്തിൽ ഇതിന് പൂജകൾ കൊടുക്കുകയും ചില വൈദ്യന്മാർ ചെയ്യാറുണ്ട്. ഇന്നിവിടെ പറയാൻ പോകുന്നത് കറ്റാർ വാഴ എന്ന് പറയുന്ന ഈ ഔഷധ സസ്യം നമ്മുടെ വീടിൻ്റെ 2 ഭാഗങ്ങളിലായിട്ട് നട്ടു കഴിഞ്ഞാൽ വളരെ ഗുണപ്രദമായിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ്. ഒന്ന് ആയുർവേദത്തിൻ്റെതായ ഗുണം, 2 ഈശ്വരീയമായ ഗുണം. അത് എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നമസ്കാരം, ഞാൻ RJ അയ്യർ ഹരിചന്ദ്രമഠം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കറ്റാർ വാഴ നമ്മുടെ വീടിൻ്റെ ഏതൊക്കെ ഭാഗത്താണ് പ്രധാനമായിട്ടും നടേണ്ടത്, എങ്ങനെ നട്ടാൽ ഗുണം ലഭിക്കും എന്നതിനെക്കുറിച്ച് പറയാം. കറ്റാർ വാഴ വീടിൻ്റെ അവരവർക്ക് ഇഷ്ടമുള്ള ഭാഗത്തായിരിക്കും നമ്മൾ പൊതുവിൽ നട്ടുപിടിപ്പിക്കുക. അതിന് ഇന്ന സ്ഥാനങ്ങൾ എന്നുള്ള രീതിയിലൊക്കെ വിശ്വാസമുള്ളവർ മാത്രം നട്ടുപിടിക്കും. ഇത് ഇന്ന സ്ഥാനത്ത് കേട്ടാൽ ഗുണം, ഇന്ന സ്ഥാനത്ത് കേട്ടാൽ ദോഷം എന്നുള്ളത്. എന്നാൽ ഒരു വൈദ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കറ്റാർ വാഴ നടുന്നത് ഞാൻ ഈ പറയുന്ന 2 സ്ഥാനങ്ങളിലായിരിക്കും. ഒന്ന് കിഴക്ക്, ഒന്ന് പടിഞ്ഞാറ്. അപ്പോൾ കിഴക്ക് നടുന്നതും പടിഞ്ഞാറ് നടുന്നതും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഓരോന്നിനും ഓരോ ഗുണങ്ങളും ഉണ്ട്. അത് 2 ഭാഗത്തുമായിട്ട് നടുമ്പോഴും അതിൻ്റെതായ മേന്മ കിട്ടും. അതിനെക്കുറിച്ച് ഞാൻ പറയാം. കിഴക്ക് കറ്റാർ വാഴ നട്ടു കഴിഞ്ഞാൽ അത് ധനസമൃദ്ധിക്ക് കാരണമാകുമെന്നാണ് വിശ്വാസം. കാരണം കിഴക്ക് ഭാഗത്തു നിന്നുള്ള ഊർജങ്ങളെയെല്ലാം കേന്ദ്രീകരിക്കുന്ന ഒന്നായിട്ട് ഈ സമയത്ത് കറ്റാർ വാഴ മാറുകയും അതിന് വീട്ടിന് ഐശ്വര്യപൂർണമായിട്ടുള്ള അവസ്ഥകളെ സൃഷ്ടിക്കാൻ കഴിയും. അതായത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ തടഞ്ഞു നിർത്തുകയും വീട്ടിലെ പോസിറ്റീവായിട്ടുള്ള അനുകൂല തരംഗങ്ങളെ സൃഷ്ടിക്കാനും കറ്റാർ വാഴയ്ക്ക് കഴിയുമെന്ന് ആയുർവേദ ആചാര്യന്മാർ കരുതുന്നുണ്ട്. ഇനി പടിഞ്ഞാറായിട്ടാണ് കറ്റാർ വാഴ നിൽക്കുന്നതെങ്കിൽ അത് വിദ്യാഗുണത്തിനെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. വിദ്യാഗുണം എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉയർച്ച, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ജോലിക്കയറ്റം, സ്ഥാനമാനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കറ്റാർ വാഴ പടിഞ്ഞാറ് ഭാഗത്ത് വയ്ക്കുകയാണെങ്കിൽ നേട്ടായിട്ട് കാണുന്നുണ്ട്. രോഗങ്ങൾ വീട്ടിൽ വർദ്ധിച്ചു വരുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ കിഴക്കും പടിഞ്ഞാറും കറ്റാർ വാഴ നടണമെന്നാണ് പറയുന്നത്. വൈകുന്നേര സമയം ധന്വന്തരി ഭഗവാന്റെ ആഗമനം ഇവിടെ ഉണ്ടാവുകയും കുബേരൻ്റെയും ലക്ഷ്മിയുടെയും വാസം ഉണ്ടാകുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ രോഗശമനം പെട്ടെന്ന് തന്നെ ആയി വരാൻ ഇത് കാരണമാകും. കാര്യം മരുന്നുകൾ രോഗത്തിന് നമ്മൾ ഉപയോഗിക്കും. ആ മരുന്നുകൾക്ക് പൂർണ്ണ ഗുണം കിട്ടാൻ വേണ്ടിയിട്ട് ധന്വന്തരി ഭഗവാന്റെ സാന്നിധ്യം വീട്ടിലുണ്ടായി വരുന്നത് ഏറെ ഗുണകരമാണ് എന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടിൽ രോഗാരിഷ്ടതകൾ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ വീടിൻ്റെ കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഓരോ കറ്റാർ വാഴ വീതം നട്ടുപിടിപ്പിക്കുന്നത് ഗുണകരമായിരിക്കും. ചില വീടുകളിൽ എല്ലാം ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഈശ്വരൻ വരദാനമായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ വീട്ടിൽ മനഃശാന്തി എന്ന് പറയുന്ന സാധനം ഇല്ല എന്ന് പറയുന്നുണ്ട്. ഈ മനഃശാന്തി വർദ്ധകമായിട്ടും കറ്റാർ വാഴ ഉപയോഗിക്കുന്നുണ്ട്. 3 മൺചട്ടികളിൽ കറ്റാർ വാഴ, മൺചട്ടി തന്നെ വേണമെന്നില്ല, സിമെന്റിലെ ചട്ടി ആയാലും മതി, വീട്ടിന് മുൻഭാഗത്തായിട്ട് 3 ചട്ടികളിൽ കറ്റാർ വാഴ നട്ടുപിടിപ്പിക്കുക. അതുപോലെ പുറകുവശത്ത് 3 ചട്ടികളിലായിട്ട് കറ്റാർ വാഴ വെച്ച് പിടിപ്പിക്കുന്നത് വീട്ടിലെ അന്തരീക്ഷത്തിലെ ആ ബഹളങ്ങളൊക്കെ മാറ്റി സമാധാനവും നല്ല ഊർജങ്ങളും സമ്മാനിക്കാൻ കാരണമാകും എന്ന് പറയുന്നുണ്ട്. പക്ഷേ വീട്ടിനകത്ത് ഒരാൾ മദ്യപിച്ച് കിടന്ന് വഴക്കുണ്ടാക്കുക, അല്ലെങ്കിൽ വേറെ ദുശീലങ്ങൾ കൊണ്ട് വഴക്കുണ്ടാക്കുക, അതെല്ലാം മാറുക. വീട്ടിനകത്ത് അകാരണമായി വന്ന് ചേർന്നുകൊണ്ടിരിക്കുന്ന വഴക്കുകളും വക്കാണങ്ങളും മാറി മനഃശാന്തി കൈവരും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. മറ്റ് നമ്മുടെ സ്വഭാവ ദൂഷ്യങ്ങളെ ഇതുമായിട്ട് തട്ടിച്ചു നോക്കരുത്. ഇനി 5ാമത്തെ കാര്യം വാസ്തുദോഷ ശമനവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. വീടിന് പലതരത്തിലുള്ള വാസ്തുദോഷങ്ങൾ ഉണ്ടായി വരാറുണ്ട്. ഇതിൽ എനർജിയുമായിട്ട്, അതായത്
ദുഷിച്ച ശക്തികളായിട്ടുള്ള എനർജികൾ നിരന്തരം പാസ് ചെയ്തിട്ട് വീട്ടിൽ വാസ്തുപരമായിട്ടുള്ള ദോഷങ്ങൾ ഉണ്ടായി വരിക. വാസ്തു ഊർജ്ജങ്ങൾ എന്ന് നമ്മൾ പറയും. കണക്കുകളുമായി ബന്ധപ്പെട്ടല്ല, വാസ്തു ഊർജ്ജങ്ങളുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ ഉണ്ടായി വരികയാണെങ്കിൽ കിഴക്ക് 3 കറ്റാർ വഴിയും പടിഞ്ഞാറ് 2 കറ്റാർ വഴിയും ചട്ടികളിലായിട്ട് നട്ടുപിടിപ്പിക്കുന്നത് ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ആറാമത്തേതെന്ന് പറഞ്ഞാൽ 7 ചട്ടികളിലായിട്ട് പടിഞ്ഞാറ് ഭാഗത്ത് കറ്റാർ വാഴ നട്ടുപിടിപ്പിക്കുകയും കിഴക്ക് ഭാഗത്ത് 1 കറ്റാർ വാഴ നട്ടുപിടിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ കടം മൂലം വളരെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കടം വളർന്ന് വർദ്ധിക്കുന്നതിനുള്ള ആ പ്രശ്നങ്ങളെ കുറച്ചു കൊണ്ടുവരും എന്നാണ് പറയപ്പെടുന്നത്. കടം നിയന്ത്രിക്കാൻ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ചെലവ് ചുരുക്കലും വേണം, നമ്മുടെ കൃത്യമായ ധനവിനിയോഗങ്ങൾ വേണം. ഒപ്പം തന്നെ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ട് നമുക്ക് ബാധ്യതകൾ കൂടി വരികയാണെങ്കിൽ ഈ ഒരു മാർഗവും കൂടി അവലംബിക്കുന്നത് ഏറെ ഗുണകരമായിരിക്കും. 7ാമത്തെ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിന് കീഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. മാത്രമല്ല ഹൈന്ദവ ആചാര ജ്യോതിഷ സംബന്ധമായ ഒട്ടേറെ വിവരങ്ങൾ എന്നും രാവിലെ നിങ്ങളുടെ വാട്സപ്പ് ചാനലിലൂടെ ലഭ്യമാകുകയും ചെയ്യുന്നതാണ്. ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതി. അതിനായിട്ട് ഇതുവരെയ്ക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കും റെക്കമെൻഡേഷനായിട്ടും നോട്ടിഫിക്കേഷനായിട്ടൊക്കെ ചാനൽ വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടുക. എങ്കിൽ മാത്രമല്ലേ നിങ്ങൾക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ കീഴെ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ കഴിയുക. അതും കൂടി പ്രയോജനപ്പെടുത്തുക. 7ാമത്തെ കാര്യം മംഗളാനുഭവങ്ങൾക്ക് കാരണമാകുമെന്നുള്ളതാണ്. കറ്റാർവാഴ കിഴക്ക് പടിഞ്ഞാറ് ആയിട്ട് 3 നടുക, പിന്നെ വടക്ക് തെക്കായിട്ട് 2 നടുക. വീട്ടിന് പരിപൂർണമായ മംഗളത്വം പ്രദാനം ചെയ്യുന്നതിന് ഇത് ഗുണകരമായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വീട്ടിനെ ചുറ്റി സൗഭാഗ്യങ്ങളുടെ ഒരു പ്രസരണം ഉണ്ടായി വരികയും ചെയ്യും. ഒപ്പം തന്നെ വീട്ടിലെ മംഗളാനുഭവങ്ങൾ ഉണ്ടായി വരികയും ചെയ്യുമെന്നാണ് പറയുന്നത്. പ്രധാനമായിട്ടും നമുക്ക് ഭൗതികമായ നേട്ടങ്ങൾ, കാറ് അല്ലെങ്കിൽ വീട് മോടി പിടിപ്പിക്കുക, അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ, കല്യാണം നടക്കാത്തവർക്ക് കല്യാണം, അങ്ങനെയുള്ള മംഗളകരമായിട്ടുള്ള കാര്യം, ഇനി സന്താനമില്ലാത്തവർക്ക് സന്താന ഗുണം, ഇതൊക്കെ കേന്ദ്രീകരിക്കുന്ന ഊർജങ്ങളുടെ പ്രസരണം ഇവിടെ ഉണ്ടായി വരുന്നതാണ്. അപ്പോൾ അതും ഇതിലൂടെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ കറ്റാർ വാഴ വെറും ഒരു ഔഷധ ഗുണമുള്ള സസ്യം മാത്രമായിരുന്നു എന്നായിരുന്നു നിങ്ങളുടെ ഇതുവരെയുള്ള ധാരണയെങ്കിൽ അത് തിരുത്തി കുറിക്കാൻ സമയമായി. കാര്യം ഇതിൽ ഈശ്വര സാന്നിധ്യമുണ്ട്. ഇത് ഇപ്രകാരമൊക്കെ നമ്മൾ വീട്ടുമായിട്ട് ബന്ധപ്പെടുത്തി നട്ടുപിടിപ്പിക്കാമെങ്കിൽ അതിൻ്റെതായ വലിയ ഗുണങ്ങളും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിനൊരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.